ശാന്താവെ കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്. എല്ലായിടത്തിലും തേടിയാച്ചില്ല. ആ കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ റോന്തൂറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ. അയ്യോ അണ്ണാ അപ്പടി சொல்லாதீங்கண்ணா. சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ, സൊല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, TV കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാടലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയതാ. ഇവള് ഓളിയം വേണം. ഉക്കാർ ഉക്കാർ അതെടുത്ത് പടി. പടി. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்படினா வீஸ். அப்போ மண்டோதரி வந்தா. நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போறோம், நம்ம ருக்கு வீட்டுக்கு போறோம்னு. எதுக்கடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸ்க்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரேன். ஓ கடவுளே, என் ருக்குல நல்லா காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். என்ன பண்ணாதீங்க ருக்கு, നീ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക്. ஏண்டா கத்துற? அப்பா, எல்லா பெண்குட்டிகளையும் 7ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ஆனா ஏன் ருக்குரை மட்டும் எதுக்காக இந்த மாசத்துல நான் கூட்டிட்டு போறேன்? அண்ணா, நீ ஆபீஸுக்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ, டைம் ஆச்சு. ராகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தனம், சாமி கும்பிடு. கடவுளே, வா. அப்பா பொட்டி நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்கு? அப்படி பண்ண கூடாது. மாற மாற. பாத்து. அப்பா பொட்டி மூடி. நானா, சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മേ കിട്ടിക്കാൻ. என்னது? അമ്മേ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. മെതുവാ മെതുവാ. என்னடி என்ன? சனிக்கிழமையான என்ன தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், நான் கரெக்டா சாப்பிடணும், அழக்கூடாது. அழாதீங்கண்ணா, என்ன போயிட்டு வரேன். அம்மா நல்லா பாத்துக்கணும். மனசே வரலப்பா. ஏறமா. என்ன என்ன இங்க வா. அண்ணா சொல்றதெல்லாம் ஞாபகம் இருக்குல்ல? நீ பத்திரமா இரு. பொண்டாட்டி ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവൂ. ஹலோ, ஒரு விஷயம் தெரியுமா? என் பொண்டாட்டி வீட்டுக்கு போயாச்சு. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ, ഞാനതാ ഉദ്ദേശിച്ചത്. പിന്നെ ദേ, എന്നെ ഇവിടുത്തെ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത്. നല്ല നിറം. സാരി ഐ മീൻ സാരി. സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്രയും കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമൻ എന്താ കാര്യം? അത് കൊള്ളാം. എന്താ കാര്യന്നോ ഇത്രയോ മറന്ന? ചിങ്ങം 1-ാം തീയതി രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ, ഡോക്ടർ പ്രസാദ്. പിന്നെ രേണു പേടിക്കുന്നു. പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനി ഹെൽപ്പ്? എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം. ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുറ്റിക്കളി, അതെനിക്ക് വലിയ ഇഷ്ടോ. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ, പെണ്ണുമ്പിള്ള സാറിന് ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക്
ഗർഭം പ്രസവിക്കാൻ വിട്ടു. ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. ആ കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരൂട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്നായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാ. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലി വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെറ്റെ പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കട്ടെ സാറ് വാ. നന്നായി. മൂത്ത ആളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു? ഓ, സരസു ഇവിടെ ഇല്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശിങ് എടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവനെന്നെ കൊന്നേനെ. അല്ല, ഞാൻ മതി എല്ലാരും പോയാട്ടെ. അവിടെ ഇരിപ്പ്.